ഈ വൻ തട്ടിപ്പ് നടന്നത്. കൊച്ചി പാലാരിവട്ടത്തെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെയും ജ്വല്ലറിയുടെയും മറവിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത്. 1 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം 25,000 രൂപ വരെ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. നിരവധി പേരാണ് ഈ തട്ടിപ്പിന്റെ ഇരകളായത്. ഏതാണ്ട് 10 കോടിയോളം രൂപ തട്ടിച്ചു മുങ്ങിയ പണമിരട്ടിപ്പിക്കൽ തട്ടിപ്പ് സംഘത്തിന്റെ ഇരകളിലേക്ക് എഫ്ഐആർ ആദ്യം പോവുകയാണ്. ഒന്ന് വച്ചാൽ 2 കിട്ടും. വൈ രാജ വൈ എഫ്ഐആർ ടോപ്പ് സ്റ്റോറി. തട്ടിപ്പ് കഥയിലെ നായകൻ KR ജെയിംസ് എറണാകുളം വൈറ്റില ജനതാ ജംഗ്ഷനിൽ ക്ലാസിക്കൽ റെസിഡൻസിയിൽ 4-ാം നമ്പർ ഫ്ലാറ്റിൽ താമസിച്ചു വന്നിരുന്നു. ഭാര്യ മൺപുരയ്ക്കൽ മെർലിൻ ജെയിംസ്, മകൻ ജൂനിയർ ജെയിംസ്. പാലാരിവട്ടത്തിനടുത്ത് ചളിക്കവട്ടത്ത് അല്ലീസ് ജ്വല്ലറി, അല്ലീസ് ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങൾ നടത്തിവന്നു. ബിസിനസിനായും ജ്വല്ലറി ബിസിനസ് മോടി പിടിപ്പിക്കുന്നതിനായും ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിക്കുകയും വൻ പലിശ വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു ഇവരുടെ രീതി. ബിസിനസിന്റെ ലാഭവിഹിതം എന്ന നിലയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പലിശ നിക്ഷേപകർക്ക് നൽകി തുടങ്ങിയതോടെ നിരവധി പേരാണ് ഈ പണം ഇരട്ടിപ്പിക്കുന്ന മാന്ത്രിക വിദ്യയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. പക്ഷേ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നാണ്. ഒരു സുപ്രഭാതത്തിൽ അല്ലീസ് ഫിനാൻസ് എന്ന കറക്ക് കമ്പനി പൊട്ടുന്നു. ബ്ലാക്കും വൈറ്റുമായി ലക്ഷങ്ങൾ മുടക്കിയവർ അറിയുന്ന വാർത്ത KR ജെയിംസ് എന്ന പണമിരട്ടിപ്പ് മാന്ത്രികനെ കാണാനില്ല എന്നതാണ്. ലക്ഷങ്ങൾ മുടക്കിയ 100 കണക്കിന് ആളുകളാണ് ഇതോടെ പെരുവഴിയിലായത്. ഈ പട്ടികയിൽ പള്ളി വികാരിമാർ മുതൽ വികലാംഗർ വരെ ഉണ്ടത്രേ. ഇത് ചളിക്കവട്ടം ധന്യ ജംഗ്ഷനിൽ മിഞ്ചു നിവാസിൽ മിഞ്ചുവും ഭർത്താവ് മധുസൂദനും തട്ടിപ്പിന് ഇരയായവരുടെ ഒരു സാമ്പിൾ മാത്രം. 14 ലക്ഷം രൂപയാണ് ഇവർ അല്ലീസ് ഫിനാൻസിൽ നിക്ഷേപിച്ചത്. തിരിച്ചു കിട്ടിയത് പലപ്പോഴായി ലാഭവിഹിതമടക്കം 5 ലക്ഷം രൂപ. മിഞ്ചുവിന്റെ അനുഭവം മിഞ്ചു പറയുന്നത് ഇങ്ങനെ. 4 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കൃത്യമായി 3 രൂപ പലിശ വീതം എനിക്ക് ആ കാശിന് കൃത്യമായ എമൗണ്ട് തന്നിരുന്നു ആദ്യമൊക്കെ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പൊ അതിന് മുടക്കൊന്നുമില്ല. പിന്നെ ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും പൈസ ഇട്ടാൽ കുഴപ്പമൊന്നും വരില്ല. അങ്ങനെ ഒരു അമ്മായിമ്മ പറയുകയും ചെയ്തു. അമ്മായിമ്മ എന്ന് വെച്ചാൽ ഈ മെർലിയുടെ ജെയിംസിന്റെ വൈഫിന്റെ അമ്മ പറഞ്ഞു. ആ ഒരു ഉറപ്പ് കിട്ടിയതിന്റെ പുറത്ത് 4 ലക്ഷം രൂപയും കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. 3 പ്രാവശ്യമായിട്ട് ഞാൻ ഈ 4 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ 6 ലക്ഷം രൂപ പിന്നീട് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന്, അതായത് എന്റെ വസ്തു വിട്ട് ഇവിടെ ഈ ജംഗ്ഷനിൽ തന്നെ എനിക്ക് വസ്തു കുറച്ച് അത് കൊടുത്തതെന്നാണ് ഞാൻ ഈ പൈസ ബാങ്കിൽ കിടന്ന പൈസ എടുത്ത് കൊടുത്തത്. അപ്പോഴത്തേക്ക് ആ പൈസ എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ എന്നോട് പറഞ്ഞു കൃത്യമായി തരുന്ന ഈ അമ്മായിമ്മയുടെ ഉറപ്പും കിട്ടിയപ്പോഴത്തേക്ക്, അതായത് പിന്നെ റിപ്പസ് ചെയ്യാനുള്ള ഒരു ഉറപ്പും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്കത് ഒരു വിശ്വാസവഞ്ചനയായിട്ട് തോന്നിയില്ലായിരുന്നു. അപ്പൊ ആ വിശ്വാസവഞ്ചനൊന്നും തോന്നിയില്ല. ഞാനത് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവേണ്ടി വരും. ഇത് കഴിഞ്ഞ് ഈ 6 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ജെയിംസ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് 1 ലക്ഷം രൂപ കൊടുക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു അരമനയിലെ അച്ഛന്മാർക്ക് എന്തോ ആണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ 1 ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ ഒരു മന്ത്ലി പിന്നെ ആദ്യം എന്നോട് പറഞ്ഞ് 3% പലിശ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് 25,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നതൊക്കെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പണം നിക്ഷേപിച്ചവർക്ക് രേഖകളും ചെക്കുകളും പ്രോമിസറി നോട്ടുകളും കൊടുക്കാനും അല്ലീസ് ഫിനാൻസ് മടികാട്ടിയില്ല. ജെയിംസും മെർലി ജെയിംസും മകനും മുങ്ങിയതോടെ അടക്കമുള്ള നിക്ഷേപകർ പരാതിയുമായി അധികൃതരെ സമീപിച്ചു. പോലീസിന്റെ സമീപനം ഒട്ടും ആശ്വാസകരമായിരുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. DCPക്ക് ഒരു പരാതി കൊടുത്തപ്പോഴത്തേക്കും അത് പനങ്ങാട് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്തു. കാരണം അയാളുടെ സ്റ്റേഷൻ പരിധി അതായതുകൊണ്ട് അങ്ങോട്ട് റെഫർ ചെയ്തു. കഴിഞ്ഞ 1-ാം തീയതി ഞാൻ പരാതി കൊടുത്തതാണ്. ഇന്ന് വരെ, ഈ ദിവസം വരെ യാതൊരുവിധ മറുപടിയും പോലീസ് അന്വേഷിച്ചില്ല. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതിനിടയ്ക്ക് 6-ാം തീയതി എന്റെ വീട്ടിലേക്ക് ഒരു കോൾ ചെയ്തിരുന്നു. എന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു